ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അരങ്ങേറിയത് വിശാല ഗൂഢാലോചനയാണെന്ന് SIT ഹൈക്കോടതിയിൽ. മറ്റ് സ്വർണ്ണപ്പാളികളിലെ സ്വർണവും തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതി തയ്യാറാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും നാഗഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എത്രത്തോളം തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതടക്കം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്ന ഘട്ടമാണ്. അന്വേഷണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ. ഇപ്പോൾ കോടതിയിൽ SIT പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് SIT ഹൈക്കോടതിയിൽ അതിന്റെ വിശദീകരണം നൽകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 10ാം പ്രതിയായ നാഗഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്താണ് SITയുടെ വിശദീകരണം. ഈ സത്യവാങ്മൂലത്തിൽ SIT പറയുന്നത് ഇങ്ങനെയാണ്: ശബരിമല സ്വർണ്ണ കവർച്ച കേസ് എന്നത് അത് അരങ്ങേറിയത് സ്വർണം കവർച്ച ചെയ്യാനായി അരങ്ങേറിയത് വിശാല ഗൂഢാലോചനയാണ് എന്നാണ് SIT ഹൈക്കോടതിയെ അറിയിച്ചത്. സ്വർണ്ണ കവർച്ച സംഘടിത കുറ്റകൃത്യമാണ് എന്ന കാര്യം കൂടി SIT ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് സ്വർണ്ണപ്പാളികളിലെ സ്വർണവും തട്ടിയെടുക്കാൻ പ്രതികൾ വലിയ പദ്ധതി തയ്യാറാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും നാഗഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഇതിനായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന കാര്യവും കൂടി SIT ഹൈക്കോടതിയിൽ വിശദീകരിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാറന്റി സർട്ടിഫിക്കറ്റ് നൽകാത്തത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ സ്വർണ്ണപ്പാളികളുടെ വാറന്റി സർട്ടിഫിക്കറ്റ് നൽകാത്തത് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ഹൈക്കോടതിയിൽ SIT അറിയിക്കുന്നത്. ഒപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയുടെ പരമ്പരയാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതിയിൽ SIT അറിയിക്കുന്നുണ്ട്. പ്രതികൾ ബംഗളൂരുവിൽ ഒരു കൂടിക്കാഴ്ച നടത്തി എന്നാണ് SITയുടെ അടുത്ത വിശദീകരണം. SIT അടുത്ത കാര്യം പറയുന്നത് അത് അന്വേഷണത്തിലൂടെ SITക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. കൂടിക്കാഴ്ച നടത്തിയത് സ്വർണ്ണ കവർച്ച വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇതിൽ നമുക്കറിയാം 2025 സെപ്റ്റംബർ മാസമാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജി, ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. അങ്ങനെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം വന്നതിന് ശേഷവും ഈ 3 പ്രതികൾ കൂടി നാഗഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും കൂടിക്കാഴ്ച നടത്തി. അത് 2025 ഒക്ടോബറിലാണ്. 3 പ്രതികളും തമ്മിൽ കണ്ടത് ബംഗളൂരുവിൽ വെച്ചാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതിയിൽ SIT നൽകിയ ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 3 പ്രതികളും ഈ കൂടിക്കാഴ്ച നടത്തിയത് അന്വേഷണത്തിലൂടെയാണ് വ്യക്തമായത് എന്നാണ് SIT പറയുന്നത്. 2019 സ്വർണ്ണ കവർച്ചയ്ക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച കുറ്റകൃത്യം മറയ്ക്കാനാണ് എന്നാണ് ഈ ഹൈക്കോടതിയിൽ SIT അറിയിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ഇക്കാര്യം ഈ 3 പ്രതികളും ഗൂഢാലോചന നടത്തിയത് അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയത് CDR പരിശോധനയിൽ വ്യക്തമായി എന്ന് കൂടി ഹൈക്കോടതിയിൽ SIT അറിയിക്കുന്നുണ്ട്. തെളിവുകൾ നശിപ്പിക്കാനും കുറ്റകൃത്യം മറച്ചുവെക്കാനും ഹൈക്കോടതി തെളിവുകൾ നശിപ്പിക്കാനും കുറ്റകൃത്യം മറച്ചുവെക്കാനും ഈ 3 പ്രതികളും ചേർന്ന് വലിയ ഗൂഢാലോചന നടത്തി എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതിയിൽ SIT വിശദീകരിക്കുന്നത്. നാഗഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്താണ് SIT ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുന്നത്. വളരെ വിശദമായ മറുപടി സത്യവാങ്മൂലമാണ് ഈ രീതിയിൽ നൽകുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു വലിയ കവർച്ചയുടെ ഭാഗമാണ് എന്ന് കൂടിയാണ് ഹൈക്കോടതിയിൽ SIT അറിയിക്കുന്നത്. മാത്രമല്ല പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും സ്വർണം കൈപ്പറ്റിയത് ഗോവർദ്ധന്റെ നിർദ്ദേശാനുസരണമെന്ന് കൽപേഷ് മൊഴി നൽകിയിട്ടുണ്ട് എന്ന കാര്യവും കൂടി പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ പണം ചിലവാക്കിയെന്നത് സ്വർണം അപഹരിച്ചു എന്ന കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമല്ല എന്നാണ് SIT ഹൈക്കോടതിയിൽ വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, പ്രതി നൽകിയ സ്പോൺസർഷിപ്പ് എന്നത് സ്വർണത്തെക്കാൾ ആ സ്വർണം എന്നത് 184 ഗ്രാം സ്വർണമാണ്. അതിൽ കൂടുതൽ സ്വർണം, അതായത് 474.96 ഗ്രാം സ്വർണം അയാൾക്ക് തിരികെ ലഭിച്ചു എന്നാണ് ഹൈക്കോടതിയിൽ SIT അറിയിക്കുന്നത്. ഈ സ്വർണം ശബരിമല ക്ഷേത്രത്തിന്റെ സ്വത്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ സ്വന്തമാക്കി എന്നാണ് പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ, ഈ ഭക്തി എന്നത് കുറ്റകൃത്യത്തിന് പകരമല്ല എന്നാണ് ഇതിൽ പറയുന്നത്. SIT നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് പ്രതി ക്ഷേത്രത്തിൽ നടത്തിയ ദാനധർമ്മങ്ങൾക്കോ വഴിപാടുകൾക്കോ അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ നിന്ന് അയാളെ മുക്തനാക്കുന്നില്ല എന്ന് SIT നിലപാടെടുക്കുന്നു. രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. വഴിപാടുകൾക്കായി പ്രതി പണം ചിലവാക്കിയത്
സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ്. എന്നാൽ ഈ കേസ് ക്ഷേത്രത്തിലെ പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിന്റെ മൂല്യത്തെയും അത് തട്ടിയെടുത്തതിനെയും കുറിച്ചുള്ളതാണ് എന്നാണ് അടുത്ത SIT അടുത്ത വിശദീകരണമായി നൽകുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിൽ നടന്നത് വലിയ സ്വർണ്ണ കവർച്ചയാണ് എന്ന് ഈ രീതിയിലെല്ലാം SIT വളരെ വലിയ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. വഴിപാടുകൾക്കായി പ്രതി പണം ചെലവാക്കിയത് സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ്. എന്നാൽ ഈ കേസ് ക്ഷേത്രത്തിലെ പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിന്റെ മൂല്യത്തെയും അത് തട്ടിയെടുത്തതിനെയും കുറിച്ചാണ് എന്നാണ് SIT തന്നെ വിശദീകരിക്കുന്നത്. മാത്രമല്ല ഇതിൽ പ്രതിക്ക് അതായത് പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള നാഗഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഈ കുറ്റകൃത്യത്തിൽ വ്യക്തമായ പങ്കുണ്ട്. അതിനാവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, ഇതിനകം തന്നെ കൈവശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇതിനെല്ലാം എണ്ണിയാണ് SIT ഹൈക്കോടതിയിൽ ഈ രീതിയിലുള്ള വിശദീകരണം നൽകുന്നത്. അതാണ് ശ്യാം, ഇപ്പോൾ കോടതിയിൽ SIT പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പുതിയ കാര്യങ്ങൾ പോലുമുണ്ട്. പ്രത്യേകിച്ച് ഗൂഢാലോചന എന്നുള്ള വിലയിരുത്തൽ, സംശയങ്ങൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഉണ്ടായിരുന്നുവെങ്കിലും കോടതി ഇപ്പോൾ പല കാര്യങ്ങളും പറയുകയാണ്.